വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ദീപാവലിയൊക്കെ കഴിഞ്ഞ് ഒരു ലീവൊക്കെ കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, ലൈവ് ഒക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന നമ്മുടെ ചെടികളും ചെടികളുടെ റീപ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരുപാട് സാധനങ്ങളുള്ള ഒരു വലിയ ചാപ്റ്റർ ആണത്. അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും എന്ത് ചെയ്യുക, ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ കണ്ടെത്തുക. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. യെസ്, എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ഫെർട്ടിലൈസേഷൻ? കഴിഞ്ഞിട്ടില്ല. ബൈ വിച്ച് നെയിം ഫെർട്ടിലൈസ്ഡ് എഗ്? നോ. എന്താണ് ബീജസങ്കലനം? രണ്ടാമതായിട്ട് ചോദിച്ചത് ബീജസങ്കലനം നടന്ന അണ്ഡം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഇത് ഏത് ഭാഗത്താണ് ഉള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു പൂവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പൂവിനകത്തുള്ള വിവിധ ഭാഗങ്ങൾ, വിവിധ ധർമ്മങ്ങൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂവിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പൂവിന്റെ ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോന്നും ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? നിങ്ങൾക്കറിയാം, ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ അടുത്ത് എന്തുണ്ട്, ഒരു ഫീമെയിൽ ഫ്ലവറും ഉണ്ട്, ഒരു മെയിൽ ഫ്ലവറും ഉണ്ട് എന്ന് വിചാരിക്കും. മെയിൽ ഫ്ലവറിനകത്ത് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും, ബീജം ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, ഒരു ഫീമെയിൽ പറയുന്ന പൂവിലേക്ക് വരുമ്പോഴാണ്, അല്ലെ, ഈ പറയുന്ന പൂവിലേക്ക് വരുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, പോളൻ ഗ്രെയിൻസ് പതിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, പോളിനേഷൻ എന്ന് പറയും. ആഫ്റ്റർ പോളിനേഷൻ ആണ് ഈ പറയുന്ന ബീജസങ്കലനവും ഫെർട്ടിലൈസേഷനും ഒക്കെ നടക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം. നോക്കിക്കേ, ഇപ്പൊ ഇങ്ങനെ പറന്നു വന്നു. ആര് പറന്നു വന്നു? പോളൻ ഗ്രെയിൻസ് ഇവിടേക്ക് വന്ന് പതിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പോളൻ ഗ്രെയിൻസ്. തൽക്കാലം നിങ്ങൾ വിചാരിക്കും ഇവിടെ പോളിനേഷന് ഹെൽപ്പ് ചെയ്തത് ആരാണ്? കാറ്റാണ്, വിൻഡാണ്. വിൻഡ് വഴി എന്ത് ചെയ്തു, കുറേ പോളൻ ഗ്രെയിൻസ് നോക്കിക്കേ നിങ്ങൾ എവിടെ വന്ന് പഠിച്ചു, ഈ പറയുന്ന ഫീമെയിൽ, അല്ലെ, ഫീമെയിൽ ഫ്ലവറിനകത്ത് വന്ന് പതിച്ചിട്ടുണ്ട്. എവിടെയാ കൃത്യമായിട്ടുള്ള എവിടെയാ പതിച്ചെന്ന് നോക്കിക്കേ. ആഫ്റ്റർ പോളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദി ഓവറി. ഓവറി എന്ന് പറഞ്ഞാൽ എന്താ, അണ്ഡാശയം, അല്ലെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, പരാഗണത്തിന് ശേഷം പരാഗരയം എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിന് ജനിതണ്ടിലൂടെ, ജനിതണ്ട്, ഇവിടെ ഒരു ട്യൂബ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ട്യൂബിനകത്ത് കൂടെ നോക്കിക്കേ നിങ്ങൾ, പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ആരാ വളരുന്നത്? ഇവിടെ നിന്ന് ഈ പോളൻ ഗ്രെയിൻസിനകത്ത് നിന്ന് ഒരു ട്യൂബ് പോലുള്ള ഒരു രീതിയിൽ ഇത് വളരുന്നു. എന്തിനാ ഈ ട്യൂബിലേക്ക് വളരുന്നത്? നോക്കിക്കേ നിങ്ങൾ, ഇങ്ങനെ ട്യൂബിലൂടെ വളർന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. Male gametes reach the ovary through this tube and fuses with the egg. എന്തിനാ ഇങ്ങനെ ട്യൂബായിട്ട് പോയത്? എന്നിരുന്നാൽ മാത്രമേ ഇവിടെയുള്ള എഗ്ഗുമായിട്ട് ആർക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ വരുന്ന പോളൻ ഗ്രെയിൻസിലെ മെയിൽ ഗാമീറ്റ്സിന് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ മെയിൽ ഗാമീറ്റ്സ് നിങ്ങൾ നോക്കിക്കേ, ഈ ട്യൂബിലൂടെ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്, ഈ പറയുന്ന എഗ്ഗിനടുത്തേക്ക് എത്തി. അപ്പൊ എഗ്ഗും മെയിൽ ഗാമീറ്റ്സും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഒന്നുകൂടെ മലയാളത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാവുന്നു. എവിടെ വെച്ച്? അണ്ഡാശയത്തിൽ വെച്ച്. ഈ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീജസങ്കലനം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ബീജസങ്കലനത്തിന് ശേഷം, അല്ലെ, എഗ് എന്തായിട്ടാ മാറുന്നത്? ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു സൈഗോട്ട് അഥവാ സിക്താണ്ഡം. പിന്നെ നമ്മൾ അതിനെ എഗ് എന്നല്ല പറയുന്നത്, അതിനെ നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം. ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും തമ്മിൽ, അല്ലെ, എന്ത് ചെയ്തു, അവിടെ ഒരു പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫെർട്ടിലൈസേഷനും കഴിഞ്ഞ് ഇപ്പൊ എന്ത് ചെയ്തു, സൈഗോട്ട് ഫോം ചെയ്തു.
ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ ബാക്കി ഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാം, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.